നമ്മുടെ കേന്ദ്ര വിദേശ മന്ത്രാലയം ഇതിൻ്റെ അകത്ത് അതിശക്തമായിട്ട് ഇടപെട്ടാൽ പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ യുദ്ധമാണ്, എംബസി ഇല്ല, ഗവൺമെൻറ് ഇല്ല, അങ്ങനെ ഒരു രാജ്യത്താണ്. പിന്നെ ഓൾറെഡി അഡീഷണൽ യുദ്ധങ്ങൾ വേറെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഒരു സ്റ്റക്കായ ഒരു സിറ്റുവേഷനുള്ളതാണ്. അതിശക്തമായ ഇടപെടലുകൾ നടത്തി എൻ്റെ ഭാര്യനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണമെന്ന് നമ്മൾ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. വൈഫ് കാരണം ഒരു ജീവൻ പോയതിൽ ദുഃഖിതനാണ് ഞാൻ. അപ്പോൾ എൻ്റെ വൈഫ് പറയുന്നത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇന്ന് ശ്രമിച്ചിരുന്നു. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ശ്രമിച്ചു. ഞാൻ അവിടെ തന്നെയുള്ള ഒരു വ്യക്തിനെ വിട്ട് ഇതിൻ്റെ ഫോട്ടോസും പാസ്പോർട്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ആ ജയിലിൽ അഡ്രസ്സ് കിട്ടിയപ്പോൾ ആ ജയിലിൽ പോയി അന്വേഷണം നടത്തി ഉണ്ടെന്നുള്ളത് വ്യക്തമാക്കിയ ഒരാളാണ് ഞാൻ. ഭർത്താവെന്നില്ലേ ഞാൻ പറയുകയാണ്. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ഭാര്യനെ ഞാൻ ഒരിക്കലും കൈവിടില്ല. എൻ്റെ ഭാര്യനെ എത്രയും പെട്ടെന്ന് രക്ഷിച്ച് ഞാനും എൻ്റെ കുഞ്ഞും വൈഫും കൂടി ജീവിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തരണം. ഇപ്പോൾ കുഞ്ഞിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? അമ്മയെക്കുറിച്ച് അന്വേഷിക്കാറുണ്ടോ? തീർച്ചയായിട്ടും അമ്മയെ പറ്റി അന്വേഷിക്കുന്ന കുഞ്ഞുനാൾ മുതൽ അന്വേഷണമുണ്ട്. നമ്മളത് വേറൊരു ലെവലിൽ കൊച്ചിൻ്റെ മാനസികമായിട്ടുള്ള ഇതിലേക്കൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഒരപ്പനെന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാവോ ആ രീതിക്ക് ഹാപ്പിനെസ് കൊടുത്താണ് ഞാൻ ആ കൊച്ചിനെ വളർത്തുന്നത്. അപ്പം മമ്മി വരുമെന്നുള്ള വളരെ പ്രതീക്ഷയിൽ ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സ്റ്റേജ് വന്നേക്കുന്നത്. അത് കൊച്ചിനെ അറിയിച്ചിട്ടില്ല. ഈ നിമിഷപ്രിയയുടെ അമ്മ മാസങ്ങളായിട്ട് ഇപ്പോൾ അവിടെയാണുള്ളത്. അവിടുത്തെ സ്ഥിതി എന്താണ്? അമ്മ വളരെ ദുഃഖിതയാണ്. അമ്മയുടെ മാനസികാവസ്ഥ വളരെ മോശമാണ്, ആരോഗ്യം വളരെ മോശമാണ്. അമ്മയുടെയും ഉള്ള സ്ഥലവും വീടും ഒക്കെ വിറ്റു. ആ അവസ്ഥയിലൊക്കെയാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. അമ്മ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് മകൾ ഉള്ളത് എന്നും മകളുടെ സന്തോഷത്തെ ബാധിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ അവസ്ഥകൾ മകളെ അറിയിച്ചിട്ടില്ലെന്നും നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി മനോരമ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ടോമി ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം യമനിൽ വധശിക്ഷ വിധിച്ചിട്ടുള്ള നിമിഷപ്രിയയെ തിരിച്ചെത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വധശിക്ഷ റദ്ദാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇനിയും നീക്കങ്ങൾ ശക്തമാക്കണമെന്നും തൻ്റെ ഭാര്യ മൂലം ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ അതിയായ ദുഃഖമുണ്ട് എന്നും എന്നാൽ അതൊന്നും മനഃപൂർവ്വമല്ലെന്നും ഒരു ഭർത്താവ് എന്ന നിലയിൽ താൻ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ തനിക്ക് വ്യക്തമായി മനസ്സിലായി എന്നും ഭർത്താവ് എന്ന നിലയിൽ താൻ തൻ്റെ ഭാര്യയുടെ കൂടെയാണ് എന്നും ടോമി മനോരമ ന്യൂസിനോട് പറഞ്ഞു. വീഡിയോ കാണാം. നമ്മുടെ കേന്ദ്ര വിദേശ മന്ത്രാലയം ഇതിൻ്റെ അകത്ത് അതിശക്തമായിട്ട് ഇടപെട്ടാൽ പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ യുദ്ധമാണ്, എംബസി ഇല്ല, ഗവൺമെൻറ് ഇല്ല, അങ്ങനെ ഒരു രാജ്യത്താണ്. പിന്നെ ഓൾറെഡി അഡീഷണൽ യുദ്ധങ്ങൾ വേറെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഒരു സ്റ്റക്കായ ഒരു സിറ്റുവേഷനുള്ളതാണ്. അതിശക്തമായ ഇടപെടലുകൾ നടത്തി എൻ്റെ ഭാര്യനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണമെന്ന് നമ്മൾ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. വൈഫ് കാരണം ഒരു ജീവൻ പോയതിൽ ദുഃഖിതനാണ് ഞാൻ. അപ്പോൾ എൻ്റെ വൈഫ് പറയുന്നത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇന്ന് ശ്രമിച്ചിരുന്നു. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ശ്രമിച്ചു. ഞാൻ അവിടെ തന്നെയുള്ള ഒരു വ്യക്തിനെ വിട്ട് ഇതിൻ്റെ ഫോട്ടോസും പാസ്പോർട്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ആ ജയിലിൽ അഡ്രസ്സ് കിട്ടിയപ്പോൾ ആ ജയിലിൽ പോയി അന്വേഷണം നടത്തി ഉണ്ടെന്നുള്ളത് വ്യക്തമാക്കിയ ഒരാളാണ് ഞാൻ. ഭർത്താവെന്നില്ലേ ഞാൻ പറയുകയാണ്. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ഭാര്യനെ ഞാൻ ഒരിക്കലും കൈവിടില്ല. എൻ്റെ ഭാര്യനെ എത്രയും പെട്ടെന്ന് രക്ഷിച്ച് ഞാനും എൻ്റെ കുഞ്ഞും വൈഫും കൂടി ജീവിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തരണം. ഇപ്പോൾ കുഞ്ഞിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? അമ്മയെക്കുറിച്ച് അന്വേഷിക്കാറുണ്ടോ? തീർച്ചയായിട്ടും അമ്മയെ പറ്റി അന്വേഷിക്കുന്ന കുഞ്ഞുനാൾ മുതൽ അന്വേഷണമുണ്ട്. നമ്മളത് വേറൊരു ലെവലിൽ കൊച്ചിൻ്റെ മാനസികമായിട്ടുള്ള ഇതിലേക്കൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഒരപ്പനെന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാവോ ആ രീതിക്ക് ഹാപ്പിനെസ് കൊടുത്താണ് ഞാൻ ആ കൊച്ചിനെ വളർത്തുന്നത്. അപ്പം മമ്മി വരുമെന്നുള്ള വളരെ പ്രതീക്ഷയിൽ ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സ്റ്റേജ് വന്നേക്കുന്നത്. അത് കൊച്ചിനെ അറിയിച്ചിട്ടില്ല. ഈ നിമിഷപ്രിയയുടെ അമ്മ മാസങ്ങളായിട്ട് ഇപ്പോൾ അവിടെയാണുള്ളത്. അവിടുത്തെ സ്ഥിതി എന്താണ്? അമ്മ വളരെ ദുഃഖിതയാണ്. അമ്മയുടെ മാനസികാവസ്ഥ വളരെ മോശമാണ്, ആരോഗ്യം വളരെ മോശമാണ്. അമ്മയുടെയും ഉള്ള സ്ഥലവും വീടും ഒക്കെ വിറ്റു. ആ അവസ്ഥയിലൊക്കെയാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്.